afternoon. Today we are going to discuss trade reforms. For any nation, its foreign exchange is a valuable one. It can be earned through exports. Therefore, the government has to promote exports and regulate imports to enhance foreign exchange reserves. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, എക്സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇമ്പോർട്ട്സ് റെഗുലേറ്റ് ചെയ്യണം ടു എൻഹാൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുകയും വേണം, അതേപോലെ ഇമ്പോർട്ട്സ് റെഗുലേറ്റ് ചെയ്യുകയും വേണം. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് എക്സ്പോർട്സ് ആൻഡ് റെഗുലേറ്റ് ഇമ്പോർട്ട്സ്, ഗവൺമെൻറ് ഹാസ് ടേക്കൺ സെവറൽ മെഷേഴ്സ്. കുറേ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഇമ്പോർട്ട്സ് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനും. അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് വുഡ് അനൗൺസ് റിഫോംസ് ഇൻ ദി ട്രേഡ് സെക്ടർ വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് എക്സ്പോർട്ട്സ് ആൻഡ് റെഗുലേറ്റ് ഇമ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ ട്രേഡ് സെക്ടർ റിഫോംസ് 1991 ശേഷമുള്ള ട്രേഡ് സെക്ടർ റിഫോംസ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇമ്പോർട്ടിൻ്റെ മേലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യാം. The government has taken steps for simplification and liberalization of imports. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട്സിന് മേലെ കുറേ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസൊക്കെ റിമൂവ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ, റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് താരിഫ്സ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഡ്യൂസ്ഡ് ദ പീക്ക് റേറ്റ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടിയിലുള്ള പീക്ക് റേറ്റ്, അതിൻ്റെ മേലെ ടാക്സ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. Then third one, convertibility of rupee on current account. The partial convertibility of rupee was introduced in 1992-93. Partial convertibility of rupee introduced ചെയ്ത് 1992-93 The full convertibility of rupee on current account was introduced in 94-95. 94-95 full convertibility of current account rupee on current account വന്നു. Consequently, the exchange rate of rupee no longer remained pegged. It became a market determined rate. അപ്പോൾ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റ് ഡിറ്റർമിൻഡ് റേറ്റ് ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് ഡീകാനലൈസേഷൻ. അപ്പോൾ 1991 the imports and exports of several products used to be canalized through State Trading Corporation and MMTC. അപ്പോൾ 1991 ഇമ്പോർട്ട്സും എക്സ്പോർട്ടും പല പ്രോഡക്ട്സിൻ്റെയും ഇമ്പോർട്ട്സ് അതുപോലെ തന്നെ എക്സ്പോർട്ട്സ് കാനലൈസ് ചെയ്തിരുന്നത് ത്രൂ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിലൂടെ, അതിൽ MMTCയിലൂടെ ആയിരുന്നു. 20 of the import items and 16 of the export items out of them were decanalized by the government August 1991. 1991 ഗവൺമെൻറ് എന്ത് ചെയ്തു, ചില ഐറ്റംസ് ഇമ്പോർട്ട് ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് എക്സ്പോർട്ട് ഐറ്റംസും ഡീകാനലൈസ് ചെയ്തു. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം റിസ്കിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ടേഴ്സ് കാൻ ഇമ്പോർട്ട് ഗുഡ്സ് ഓൺ ദെയർ ഓൺ. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, കൺസെഷൻസ് ആൻഡ് എക്സംഷൻസ്. ഇമ്പോർട്ട്സ് ലിബറലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനും ഗവൺമെൻറ് കുറേ ടാക്സ് കൺസെഷൻസ് എക്സംഷൻസൊക്കെ 1990s കൊണ്ടുവന്നു. ഇമ്പോർട്ടിനുള്ള കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, റിഡക്ഷൻ ഇൻ ദ പീക്ക് റേറ്റ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ടു 15%. ഇമ്പോർട്ട് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്ത് 15% ആക്കി മാറ്റി. അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ റേറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ ദ IT സെക്ടർ അപ്പോൺ സർട്ടൻ ക്രിട്ടിക്കൽ ഇമ്പോർട്ട്സ്. IT സെക്ടറിലുള്ള ചില ഐറ്റംസിൻ്റെ ഇമ്പോർട്ട്സിന് റേറ്റ് കുറച്ചും. അതേപോലെ 10-year ടാക്സ് ഹോൾഡ് ടു ദ ഡെവലപ്പേഴ്സ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ടാക്സ് റിഡക്ഷൻ, ടാക്സ് കൺസെഷൻ പ്രൊവൈഡ് ചെയ്തു എവിടെ, സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ ഫോർ ബിൽഡിംഗ് അപ്പ് ദ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എക്സ്റ്റെൻഷൻ ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സ് ടു ദ എക്സ്പോർട്ടേഴ്സിന് ടാക്സ് ബെനിഫിറ്റ്സ് ഫെസിലിറ്റീസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൺസെഷൻസ് കൊടുത്തതാണ്. ദെൻ 6th പോയിൻ്റാണ് പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട്സ് ഓഫ് സർവീസസ്. സർവീസിൻ്റെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത്. ഗവൺമെൻറ് അനൗൺസ് സെവറൽ മെഷേഴ്സ് ഫോർ പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട് ഓഫ് സർവീസസ്. The advanced license system was announced for the tourism sector. The next point is special economic zones, CEZ. സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ എന്തായിരുന്നു, ട്രേഡ് ലോസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും.
മറ്റുള്ള ഭാഗത്തും രാജ്യത്തിൻ്റെ മറ്റുള്ള ഭാഗത്തുനിന്നും ട്രേഡ് ലോസൊക്കെ എന്തായിരിക്കും ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദ ഗവൺമെൻറ് അനൗൺസ്ഡ് എ സ്കീം ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഫോർ ദ ബൂസ്റ്റിംഗ് അപ്പ് ഓഫ് എക്സ്പോർട്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് സെസ്. ദ മെയിൻ പർപ്പസ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ദി സെസ് വർ ടു എൻഷുർ ഹാസിൽ ഫ്രീ എക്സ്പോർട്സ് ആൻഡ് ടു ഇൻക്രീസ് ദ കോമ്പറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. ഇന്ത്യൻ എക്സ്പോർട്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ കോമ്പറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് സ്കീം, EOU സ്കീം. അപ്പോൾ ഇതിന് ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു സെസ് സ്കീം. ഇറ്റ് ഓഫേഴ്സ് മോർ എക്സ്റ്റെൻസീവ് ആൻഡ് വൈഡ് ഓപ്ഷൻസ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. ഇത് ഓഫർ ചെയ്യുന്നുണ്ട് കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വൈഡ് ഓപ്ഷൻസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ട്രേഡിംഗ് ഹൗസസ് ആണ് നെക്സ്റ്റ് പോയിൻറ്റ്. ദ ട്രേഡ് പോളിസി ഓഫ് 1991 പെർമിറ്റഡ് ദ എക്സ്പോർട്ട് ഹൗസസ് ആൻഡ് ട്രേഡിംഗ് ഹൗസസ് ടു ഇമ്പോർട്ട് എ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. കുറേ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്ത് എക്സ്പോർട്ട് ഹൗസസിന് പെർമിറ്റ് ചെയ്യുന്നതാണ്. Then market access initiative scheme. In order to promote the sale of products in foreign markets, this scheme was launched in 2001-2002. Under this scheme, in-depth market studies are conducted related to the expansion of export of specific products in some selected countries. ചില സെലക്റ്റഡ് കൺട്രീസിൽ ചില പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറേ ഇൻഡെപ്ത് മാർക്കറ്റ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു. ഈ ഒരു സ്കീമിൽ മാർക്കറ്റ് ആക്സസ് ഇനീഷ്യേറ്റ് സ്കീമിൽ കുറേ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ എക്സ്പോർട്ട് ചില സെലക്റ്റഡ് കൺട്രീസിലുള്ള സ്പെസിഫിക് പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മാർക്കറ്റ് സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത്രയും പോയിൻറ്റ്സ് ഇപ്പോൾ 10 പോയിൻ്റ് പറഞ്ഞാൽ അതൊക്കെ എന്താണ് ഈ ട്രേഡ് സെക്ടർ റിഫോംസ് ആഫ്റ്റർ 1991 ശേഷം ട്രേഡ് സെക്ടർ റിഫോംസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ്. അതുപോലെ റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് താരിഫ്സ് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി ഓൺ കറണ്ട് അക്കൗണ്ട്. ദെൻ ഡീക്കാനലൈസേഷൻ ഓഫ് സം പ്രോഡക്ട്സ്, ചില പ്രോഡക്ട്സ് എന്ത് ചെയ്തു, ഡീക്കാനലൈസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇമ്പോർട്ടർ ക്യാൻ ഇമ്പോർട്ട് ഗുഡ്സ് ഓൺ ദെയർ ഓൺ. Then concessions and exemptions given to promote the exports and regulate the imports. Then promotion of exports of services. Then created special economic zones for boosting up of exports. Then export oriented unit scheme introduced. Then setting up of trading houses. Then market access initiative scheme. നെക്സ്റ്റ്, ന്യൂ ഫോറിൻ ട്രേഡ് പോളിസിയുടെ കീ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പറഞ്ഞത് ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി. അതിൽ ഫസ്റ്റ് പറഞ്ഞത്, ഇന്ത്യ ടു ബി മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ടിസിപ്പൻറ്റ് ഇൻ വേൾഡ് ട്രേഡ് ബൈ 2020 ആകുമ്പോഴേക്കും വേൾഡിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് പാർട്ടിസിപ്പൻറ്റ് വേൾഡ് ട്രേഡിൽ എന്ത് ചെയ്യുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ഇന്ത്യ മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. ഇപ്പോൾ 2020 ആകുമ്പോഴേക്കെന്ന് പറഞ്ഞപ്പോൾ 2021 ആയി. ഇൻക്രീസ് എക്സ്പോർട്സ് ടു 900 billion by 2019-20 ഫ്രം $466 billion in 2013-14. എക്സ്പോർട്ട്സ് ചെയ്യുക 900 billion ആക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക. Then merchandise exports from India to promote specific services for specific markets. ഇന്ത്യയിലുള്ള മെർക്കൻഡൈസ് എക്സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക, ടു പ്രൊമോട്ട് സ്പെസിഫിക് സർവീസ് ഫോർ സ്പെസിഫിക് മെർക്കൻഡൈസ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യയിലുള്ള എക്സ്പോർട്സ് കൂട്ടുക, ടു പ്രൊമോട്ട് സ്പെസിഫിക് സർവീസസ് ഫോർ സ്പെസിഫിക് മാർക്കറ്റ്സ്, സ്പെസിഫിക് മാർക്കറ്റ്സിൽ സ്പെസിഫിക് സർവീസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. FTP വുഡ് റെഡ്യൂസ് എക്സ്പോർട്ട് ഓബ്ലിഗേഷൻസ് ബൈ 25% ആൻഡ് ഗിവ് ബൂസ്റ്റ് ടു ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. അപ്പോൾ FTP ഫോറിൻ ട്രേഡ് പോളിസി റെഡ്യൂസ് എക്സ്പോർട്ട് ഓബ്ലിഗേഷൻസ് റെഡ്യൂസ് ചെയ്തു ബൈ 25% എക്സ്പോർട്ട് ഓബ്ലിഗേഷൻസ് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഗിവ് ബൂസ്റ്റ് ടു ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. FTP benefits from both MEIS and SCIS will be extended to units located in CES. അപ്പോൾ ഈ ഒരു രണ്ട് MEISും SCISും എന്ത് ചെയ്യും,
ബെനിഫിറ്റ്സ് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. വിൽ ബി എക്സ്റ്റെൻഡ് ടു യൂണിറ്റ്സ് ലൊക്കേറ്റഡ് സെസ്സിൽ ലൊക്കേറ്റഡുള്ള യൂണിറ്റ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി പ്രോഡക്ട്സ് ടു ബി സപ്പോർട്ടഡ് across the globe at rates of 3% and 5% under MEIS. Agricultural and village industry products to be supported across the globe at rates 3%, അതുപോലെ 5% അണ്ടർ MEIS 5%, അതുപോലെ 3% എന്ത് ചെയ്തു, റേറ്റ് ഫിക്സ് ചെയ്തു. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ടു ബി സപ്പോർട്ടഡ് ഇൻ മേജർ മാർക്കറ്റ്സ് അറ്റ് റേറ്റ്സ് റേഞ്ചിങ് ഫ്രം 2 to 3%. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ടു ബി സപ്പോർട്ടഡ് മേജർ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2% 3% ആക്കി. ദെൻ സെർവ്ഡ് ഫ്രം ഇന്ത്യ സ്കീം വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം. അപ്പോൾ സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീമാക്കിയിട്ട് റീപ്ലേസ് ചെയ്തു. ബ്രാൻഡിംഗ് ക്യാമ്പയിൻസ് പ്ലാൻ ടു പ്രൊമോട്ട് എക്സ്പോർട്ട്സ് ഇൻ സെക്ടേഴ്സ് വോ ഇന്ത്യ ഹാസ് ട്രഡീഷണൽ സ്ട്രെങ്ത്. അപ്പോൾ ഇന്ത്യക്ക് ട്രഡീഷണലായിട്ട് സ്ട്രെങ്ത് ഉള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്തു ടു പ്രൊമോട്ട് എക്സ്പോർട്ട്സ് അങ്ങനെയുള്ള ഇൻ ദാറ്റ് സെക്ടേഴ്സ് വിച്ച് ഇന്ത്യ ഹാസ് ദ ട്രഡീഷണൽ സ്ട്രെങ്ത്. ഇന്ത്യക്ക് ട്രഡീഷണൽ സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ സെക്ടേഴ്സിൽ എന്ത് ചെയ്തു, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്തു. Then duty credit strips to be freely transferable and usable for payment of customs duty, excise duty and service tax. Export obligation under EPCG scheme reduced to 75% to promote domestic capital goods manufacturing. Export obligation EPCG പ്രകാരം എക്സ്പോർട്ട് ഓബ്ലിഗേഷൻ സ്കീം റെഡ്യൂസ് ചെയ്തു ടു 75% ആയിട്ട് റെഡ്യൂസ് ചെയ്തു ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചറിങ്. ഡൊമസ്റ്റിക് ആയിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 75% ആയിട്ടിട്ട് എന്ത് ചെയ്തു, എക്സ്പോർട്ട് ഓബ്ലിഗേഷൻ EPC സ്കീമിൽ എക്സ്പോർട്ട് ഓബ്ലിഗേഷൻ 75% ആയിട്ടിട്ട് റിഡ്യൂസ് ചെയ്തു. ഓക്കെ.